നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണല്ലേ. കൈകൊണ്ട് തൊട്ടും തൊടാതെയും ഒക്കെ നമുക്ക് മൊബൈലിൽ സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് 5 മെത്തേഡുകളാണ്. 5 കേട്ടോ, 6ഉം 7ഉം 8ഉം മെത്തേഡുകൾ നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഇതിൽ നിന്നും ഈസി ആയിട്ടുള്ള ഏത് മെത്തേഡും സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഇതിലൊരു 3-4 എണ്ണമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇനി നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം ഇത് ലോങ് സ്ക്രീൻഷോട്ട് വേണോ അതോ ഷോർട്ട് വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതുമാത്രമല്ല, അതിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും പൊതുവേ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആവും. സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് പുറമെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തടവിയിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. പക്ഷേ അതിനായിട്ട് സെറ്റിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തണം. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മോഷൻ ആൻഡ് ഗസ്റ്റർ എന്ന ഭാഗം കാണാം. അവിടുന്ന് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ കൈകൊണ്ട് തടവിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കൂ. ഇതുപോലെ കണ്ടോ, ഇപ്പോൾ സ്ക്രീൻഷോട്ടായി. ഇനിയും ഒരുപാട് മെത്തേഡുകളുണ്ട്. ഞാൻ കുറച്ച് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെസ്റ്ററിറ്റി എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ ഇതുപോലുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് വന്നിരിക്കും. ഇപ്പം വോളിയം കൺട്രോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ ബട്ടണോ ഒന്നും നിങ്ങൾക്ക് പ്രസ് ചെയ്യേണ്ട. ആ അസിസ്റ്റൻറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ തന്നെ സ്ക്രീൻഷോട്ടും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ അകത്ത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് സെറ്റ് ചെയ്യാം. ഇനി അതിലൂടെയും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ടായി. ഇനി അതിന് പുറമെ നമുക്കിപ്പോൾ കൈകൊണ്ടൊന്നും തൊടാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനത് നിങ്ങൾ കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിപ്പോൾ മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബിഗ്സ്ബി എന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഗ്സ്ബി സെറ്റിങ്സ് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് പറയാൻ എളുപ്പം, ഞാനിപ്പോൾ ബിഗ്സ്ബി എന്ന് മാത്രമുള്ളതാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് നമ്മുടെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ടോഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 5 പ്രാവശ്യം ബിഗ്സ്ബി എന്ന് പറയണം കേട്ടോ. ഞാനിപ്പോൾ ബിഗ്സ്ബി കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ അത് എടുക്കില്ല. ബിഗ്സ്ബി. ഓക്കെ, ബിഗ്സ്ബി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 പ്രാവശ്യം ആയിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നമ്മളെ വോയിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ വോയിസിൽ നമ്മൾ എന്താണ് പറയുന്നത് അത് മൊബൈൽ ചെയ്തു തരും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബിഗ്സ്ബി ടേക്സ് സ്ക്രീൻഷോട്ട്. കണ്ടോ, സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാതെയും സ്ക്രീൻഷോട്ട് എടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ട്. നമുക്ക് പലതും അറിയില്ല. നിങ്ങളുടെ മൊബൈലിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഈ രൂപത്തിലുള്ള സ്ക്രീൻഷോട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടായി. ഇനി നമുക്ക് ലോങ് സ്ക്രീൻഷോട്ടൊക്കെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗൂഗിളിൻ്റെ ഈ സൈറ്റ്, ഇതൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കണം. എങ്ങനെ എടുക്കാൻ സാധിക്കും? ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഉടനെ തന്നെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് മുകളിലേക്ക് പോകും. പിന്നെയും ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുകളിലേക്ക് പോകും. അങ്ങനെ നമുക്ക് എത്ര വലുത് വേണം, സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സ്ക്രീൻഷോട്ടിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള വേണം അത് നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗാലറിയിൽ സേവ് ആകുകയും ചെയ്യും. നമുക്കിപ്പോൾ ഗാലറി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഇമേജിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടോ, വലിയൊരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കും. ഇതിന് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, മൊബൈലിൽ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് മാർക്ക് ചെയ്യാനും അതിന് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ.
ഇവിടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ എന്നിട്ട് ഇതാ ഇവിടെ ആ ഒരു പെന്നിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം, അതിൻ്റെ വലിപ്പം കൂട്ടാം കുറക്കാം, ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഏരോ മാർക്കൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ കട്ടിയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ തന്നെ ഇത് സേവ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ആ മാർക്ക് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ നമുക്ക് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.